ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടുള്ളത് റോക്ക്ഡെയിൽ പയനീഴ്സിനെ പറ്റിയിട്ടാണ്. ആരായിരുന്നു റോക്ക്ഡെയിൽ പയനീഴ്സ്? ലോകത്ത് ആദ്യമായിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് റോക്ക്ഡെയിൽ പയനീഴ്സ് എന്ന് പറയുന്നത്. എപ്പോഴാണ്? 1844 28 ഫ്ലാനൽ വീവേഴ്സ് ചേർന്നിട്ടാണ് ലോകത്ത് ആദ്യമായിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്, റോക്ക്ഡെയിൽ സൊസൈറ്റി. ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് റോക്ക്ഡെയിൽ പയനീഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫാദേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്ന ആൾക്കാരും ആരാണ്? ഇതേ റോക്ക്ഡെയിൽ പയനീഴ്സ് ആണ്. ലോകത്ത് ആദ്യമായിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തതും കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തതും ആരായിരുന്നു? ഇതേ റോക്ക്ഡെയിൽ പയനീഴ്സ് ആണ്. അപ്പൊ ആ വർഷം എപ്പോഴും ഓർത്ത് വയ്ക്കുക, 1844. എവിടെയാണ്? ഗ്രേറ്റ് ബ്രിട്ടനിലാണ്. അവിടുത്തെ റോക്ക്ഡെയിൽ എന്ന് പറയുന്ന ബാക്ക്വേർഡ് ടെക്സ്റ്റൈൽ ടൗണിലാണ് 28 ഫ്ലാനൽ വീവേഴ്സ് ചേർന്നിട്ട് ലോകത്തെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്. ദെൻ 1858 ഈ റോക്ക്ഡെയിൽ പയനീഴ്സിനെ പറ്റിയിട്ട് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അത് എഴുതിയതെന്ന് ചോദിച്ചാല് ജോർജ് ജേക്കബ് ഹോളി ഓക്ക്. ഓക്കെ, 1858 ജോർജ് ജേക്കബ് ഹോളിയോക്ക് എന്ന് പറയുന്ന വ്യക്തി ഈ റോക്ക്ഡെയിൽ പയനീഴ്സിനെ പറ്റി എഴുതിയ ബുക്കാണ് സെൽഫ് ഹെൽപ്പ് ബൈ പീപ്പിൾ. സെൽഫ് ഹെൽപ്പ് ബൈ പീപ്പിൾ. ലോകത്ത് ആദ്യമായിട്ട് റോക്ക്ഡെയിൽ പയനീഴ്സിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്ത ഒരു പുസ്തകമായിരുന്നു ഇത്. 1858 ജോർജ് ജേക്കബ് ഹോളിയോക്ക് രചിച്ച സെൽഫ് ഹെൽപ്പ് ബൈ പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ നമ്മൾ റോക്ക്ഡെയിൽ പയനീഴ്സിനെ പറ്റി പറഞ്ഞു. ലോകത്ത് ആദ്യമായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തവരാണ്. കൺസ്യൂമർ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്നറിയപ്പെടുന്ന വ്യക്തികളാണ്. കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഫാദേഴ്സ് എന്നറിയപ്പെടുന്ന വ്യക്തികളാണ്. ലോകത്ത് ആദ്യമായിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ഹോൾസെയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് ഈ റോക്ക്ഡെയിൽ പയനീഴ്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മളൊരു വ്യക്തിയെ പറ്റി പറഞ്ഞിരുന്നു. ആരാണ്? ചാൾസ് ഹൗറ. ആരാണ്? ചാൾസ് ഹൗറ അല്ലെ. 1824 ഈ റോക്ക്ഡെയിൽ പയനീഴ്സ് ആദ്യമായിട്ട് ഒരു വീവേഴ്സ് യൂണിയൻ ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. അതൊരു ഫെയിലിയർ ആയിരുന്നുവെങ്കിലും 1824 അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വീവേഴ്സ് യൂണിയൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ഈ ചാൾസ് ഹൗറ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോർപ്പറേഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോർപ്പറേഷൻ. അതായത് കോർപ്പറേഷന്റെ ഭരണഘടനാ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഈ ചാൾസ് ഹൗറ എന്ന് പറയുന്ന വ്യക്തി. ആരായിരുന്നു? 1824 റോക്ക്ഡെയിൽ പീപ്പിൾ ഒരു വീവേഴ്സ് യൂണിയൻ ഫോം ചെയ്ത സമയത്ത് അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ചാൾസ് ഹൗറ. അതിൽ നമ്മൾ പറയാൻ വിട്ടുപോയതാണ്, 1844 റോക്ക്ഡെയിൽ സൊസൈറ്റി ഫോം ചെയ്തു നമ്മൾ പറഞ്ഞു അല്ലെ. റോക്ക്ഡെയിൽ സൊസൈറ്റി ഫോം ചെയ്തപ്പോഴും അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഇതേ ചാൾസ് ഹൗറ തന്നെയായിരുന്നു. ഓക്കെ, 1824 വീവേഴ്സ് യൂണിയൻ ഫോം ചെയ്തപ്പോൾ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ചാൾസ് ഹൗറ. പക്ഷെ അതൊരു ഫെയിലിയർ ആയിരുന്നു നമ്മൾ പറഞ്ഞു. അതിനുശേഷം 1844 റോക്ക്ഡെയിൽ സൊസൈറ്റി ഫോം ചെയ്തപ്പോഴും അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഈ ചാൾസ് ഹൗറ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. സെക്രട്ടറി എന്ന് പറയുന്നത് ജെയിംസ് ഡാലി ആയിരുന്നു. ആരാണ്? ജെയിംസ് ഡാലി. ഓർത്ത് വയ്ക്കുക, ഈ ചാൾസ് ഹൗറയാണ് എന്തറിയപ്പെടുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോർപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, നമ്മൾ റോക്ക്ഡെയിൽ പയനീഴ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെ പറ്റിയിട്ടാണ്, റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ ഈ പേരും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളുടെ എക്സാമിൽ 1 മാർക്ക് എന്തായിരിക്കും? ഈ റോബർട്ട് ഓവനെ പറ്റിയിട്ടായിരിക്കും. റോക്ക്ഡെയിൽ പയനീഴ്സിനെ പോലെ തന്നെ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹമാണ് ഫാദർ ഓഫ് കോർപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ഫാദർ ഓഫ് കോർപ്പറേഷൻ. ഓർത്ത് വയ്ക്കുക, ഹു ഈസ് ദി ഫാദർ ഓഫ് കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരാണ്? റോബർട്ട് ഓവൻ. അവിടെ നിങ്ങൾ ഒരിക്കലും റോക്ക്ഡെയിൽ പയനീഴ്സ് എന്ന് എഴുതാൻ വേണ്ടി പാടില്ല. എന്തുകൊണ്ടാണ്? കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണ് ആര്? റോക്ക്ഡെയിൽ പയനീഴ്സ്. അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് ഒരു കോഓപ്പറേറ്റീവ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു? റോക്ക്ഡെയിൽ പയനീഴ്സ് ആണ്. അതുപോലെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഫാദേഴ്സ് എന്നറിയപ്പെടുന്നതും
റോക്ക്ഡെയിൽ പൈനീഴ്സ് ആണ്. പക്ഷെ റോബർട്ട് ഓവൻ എന്ന് പറയുന്നത് ആരാണ്? കോപ്പറേഷൻ എന്ന് പറയുന്ന ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജിയുടെ ഫാദറാണ് ആര്? റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, റോക്ക്ഡെയിൽ പീപ്പിൾ 1846 കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്. ലോകത്ത് ആദ്യമായിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ 1821 റോബർട്ട് ഓവൻ അദ്ദേഹത്തിന്റെ ദി എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന മാസികയിൽ കോപ്പറേഷൻ എന്ന ടേം യൂസ് ചെയ്തിരുന്നു. ഓക്കെ, 1821 റോബർട്ട് ഓവന്റെ മാഗസിൻ ആയിരുന്നു ദി എക്കണോമിസ്റ്റ്. ആ മാഗസീനിൽ റോബർട്ട് ഓവൻ കോപ്പറേഷൻ എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തു. അപ്പോ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഹൂ കോയിൻഡ് ദി ടേം കോപ്പറേഷൻ, ആരാണ് കോപ്പറേഷൻ എന്ന ടേം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിനെ ആദ്യമായിട്ട് നിർവചിച്ചത് എന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് ഓവൻ ആണ്. എപ്പോ? 1821 അദ്ദേഹത്തിന്റെ ദി എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന മാഗസീനിലാണ് കോപ്പറേഷൻ എന്ന ടേം അദ്ദേഹം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് കോപ്പറേഷൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് ഐഡിയോളജി എന്ന് ആരറിയപ്പെടുന്നത്? റോബർട്ട് ഓവൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 1817 അദ്ദേഹം വേറൊരു മാഗസിൻ പബ്ലിഷ് ചെയ്തിരുന്നു. അതായിരുന്നു എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. ഓക്കെ, 1817 എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന പുസ്തകം റോബർട്ട് ഓവൻ പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ 1821 ദി എക്കണോമിസ്റ്റ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം കോപ്പറേഷൻ എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് കോപ്പറേഷൻ എന്ന് ആരറിയപ്പെടുന്നത്? റോബർട്ട് ഓവൻ അറിയപ്പെടുന്നത്. ദെൻ ഈ റോബർട്ട് ഓവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1771 മെയ് 14 ബ്രിട്ടനിലെ വെയിൽസിനടുത്തുള്ള ന്യൂട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? റോബർട്ട് ഓവൻ ജനിക്കുന്നത്. അദ്ദേഹം ഒരു മിൽ വർക്കർ ആയിരുന്നു. ഒരു മില്ലില് വർക്ക് ചെയ്തുകൊണ്ടായിരുന്ന ആളായിരുന്നു ആര്? റോബർട്ട് ഓവൻ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എംപ്ലോയീസിന്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ ആർക്ക് പറ്റിയിരുന്നു? റോബർട്ട് ഓവന് പറ്റിയിരുന്നു. ലേറ്റർ അദ്ദേഹം എന്തായി? ഈ മിൽ വർക്കറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നു? ആ മില്ലിന്റെ ഓണറായിട്ട് മാറുന്നു. അദ്ദേഹം ഓണറായി മാറിയ മില്ലിന്റെ പേരാണ് ന്യൂ ലാൻഡ്മാർക്ക്. എന്താണ്? ന്യൂ ലാൻഡ്മാർക്ക്. ഈ ന്യൂ ലാൻഡ്മാർക്കിലായിരുന്നു ആര് വർക്ക് ചെയ്തുകൊണ്ടായത്? റോബർട്ട് ഓവൻ വർക്ക് ചെയ്തുകൊണ്ടായത്. ലേറ്റർ അദ്ദേഹം എന്താവുന്നു? ഈ ന്യൂ ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന മില്ലിന്റെ ഓണറായിട്ട് മാറുന്നു. ദെൻ റോബർട്ട് ഓവനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ 3 തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ 3 കോൺസെപ്റ്റ്. അതിലൊന്നാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. ഓക്കെ, റോബർട്ട് ഓവൻ ഡെവലപ്പ് ചെയ്ത ഒരു തിയറി ആയിരുന്നു എന്ത്? ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ തിയറിയിൽ അദ്ദേഹം പറഞ്ഞു എന്താണ്? ഒരു മനുഷ്യന്റെ ക്യാരക്ടർ നിർണ്ണയിക്കുന്നത് സർക്കംസ്റ്റാൻസ് ആണ്. അദ്ദേഹം ജീവിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലെ സർക്കംസ്റ്റാൻസസ് ആണ് ഒരാളെ നല്ലവനെന്നോ ചീത്തയെന്നോ ആക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? റോബർട്ട് ഓവൻ പറഞ്ഞത്. അതാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യന്റെ ക്യാരക്ടർ നിർണ്ണയിക്കുന്നത് എന്താണ്? അദ്ദേഹം വളരുന്ന അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുന്ന സർക്കംസ്റ്റാൻസ് ആണ്. അതായത് ഒരു വ്യക്തിക്ക് നമ്മൾ നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താവും? ഒരു നല്ല മനുഷ്യനായിട്ട് മാറും. അതുപോലെ അദ്ദേഹം വളരുന്നത് ഒരു മോശമായ സിറ്റുവേഷനിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറും എന്തായിരിക്കും? മോശമായിരിക്കും എന്നാണ് ആര് പറഞ്ഞത്? റോബർട്ട് ഓവൻ പറഞ്ഞത്. അദ്ദേഹം ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് എംപ്ലോയീസിന് നല്ല വർക്കിംഗ് കണ്ടീഷൻസും നല്ല സിറ്റുവേഷൻസും ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് നല്ല ഔട്ട്പുട്ട് തരുമെന്നാണ് ആര് പറഞ്ഞത്? റോബർട്ട് ഓവൻ പറഞ്ഞത്. അദ്ദേഹം ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്ന മാത്രമല്ല, ഈ തിയറി അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ മില്ലിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞല്ലേ, ന്യൂ ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന മില്ലിന്റെ ഓണറാണ് ആര്? റോബർട്ട് ഓവൻ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്ന തിയറി അദ്ദേഹത്തിന്റെ മില്ലിൽ അദ്ദേഹം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് വർക്കേഴ്സിന് നല്ല വർക്കിംഗ് കണ്ടീഷൻസും സിറ്റുവേഷൻസ് എല്ലാം ആര് ഒരുക്കി കൊടുക്കുന്നുണ്ട്? റോബർട്ട് ഓവൻ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നല്ല വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാം കിട്ടുമ്പോൾ വർക്കേഴ്സ് നന്നായിട്ട് ജോലി ചെയ്യും എന്നാണ് ആര് പറഞ്ഞത്? റോബർട്ട് ഓവൻ ഈ തിയറി കൊണ്ട് പറഞ്ഞത്. രണ്ടാമത്തെയാണ് ലേബർ കോളനീസ്. ഇതും അദ്ദേഹത്തിന്റെ വേറൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു, ലേബർ കോളനീസ് എന്ന് പറയുന്നത്.
ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വർക്കേഴ്സ് തന്നെ ഫോം ചെയ്ത് വർക്കേഴ്സ് തന്നെ മാനേജ് ചെയ്യുന്ന അവരുടെ തന്നെ കോളനീസ് ആണ് എന്ത് ലേബർ കോളനീസ് എന്ന് പറയുന്നത്. അതായത് ഈ മില്ലിലെ വർക്കേഴ്സ് ഉണ്ടല്ലോ, ന്യൂ ലാൻഡ് മാർക്ക് എന്ന് പറയുന്ന മില്ലിലെ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, ലേബർ കോളനീസ് ഫോം ചെയ്യുന്നു. അതായത് വർക്കേഴ്സ് തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ മാനേജ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന കോളനീസ് ആണ് ലേബർ കോളനീസ് എന്ന് പറയുന്നത്. എപ്പോഴും വർക്കേഴ്സിന് പ്രോബ്ലം ഉണ്ടാകുന്നത് എപ്പോഴാണ്, വേറൊരാൾ മാനേജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും എന്തുണ്ടാവുക, എംപ്ലോയീസിന്റെ ഇടയിൽ ഡിസ്പ്യൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവുക, എംപ്ലോയീസും മുതലാളിമാരും തമ്മിൽ. പക്ഷേ ഈ ലേബർ കോളനീസ് പറയുന്നത് ആര് ഓൺ ചെയ്യുന്നതാണ്, ഇതേ വർക്കേഴ്സ് തന്നെ ഓൺ ചെയ്ത് വർക്കേഴ്സ് തന്നെ മാനേജ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് അവിടെ എന്തുണ്ടാവില്ല, തർക്കങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ല. കാരണം അവർക്ക് വേണ്ടി തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ്, അതായത് വർക്കേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവും, അവർ നന്നായിട്ട് പ്രവർത്തിക്കും എന്നുള്ള ഒരു തിയറി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോബർട്ട് ഓവൻ എന്ത് ചെയ്യുന്നത്, ലേബർ കോളനീസ് സ്ഥാപിക്കുന്നത്. പിന്നൊന്നായിരുന്നു ലേബർ എക്സ്ചേഞ്ചസ്. ലേബർ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്, അതായത് ഈ ലേബർ എക്സ്ചേഞ്ച് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ തന്നെ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാക്കുന്നു. ഈ പ്രൊഡക്ട്സ് കൊണ്ട് അവരെവിടെ പോകുന്നു, ലേബർ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്ട്സ് ആർക്ക് കൈമാറാം, ലേബർ എക്സ്ചേഞ്ചസിന് കൈമാറാം. പകരം അവർക്ക് എന്ത് കിട്ടും, ലേബർ നോട്ട്സ് കിട്ടും. ലേബർ നോട്ട്സ് അതായത് കറൻസി പോലെ തന്നെ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വേറൊരാൾക്ക് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പൈസ കിട്ടും അല്ലേ. അതുപോലെ തന്നെ ഈ ലേബർ എക്സ്ചേഞ്ചിൽ നമ്മൾ പ്രൊഡക്ട്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, ലേബർ നോട്ട്സ് കിട്ടും. ലേബർ നോട്ട്സ് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് കറൻസി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറെ പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ലേബർ നോട്ട്സ് എക്സ്ചേഞ്ച് ചെയ്യാം. അതായത് കറൻസി പോലെ തന്നെ നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ നമ്മൾ പൈസ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ലേബർ നോട്ട്സ് എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് എവിടെ കൊടുക്കുന്നു, ലേബർ എക്സ്ചേഞ്ചസിൽ കൊടുക്കുന്നു. അതിന് പകരം പൈസ തരുന്നതിന് പകരം അവരെന്ത് തരുന്നു, ലേബർ നോട്ട്സ് തരുന്നു. അതിൽ നമ്മൾ ചെയ്ത വർക്ക് എത്രത്തോളമാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ ലേബർ നോട്ട്സിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും, ഇതേ ലേബർ എക്സ്ചേഞ്ചിൽ നിന്നും. ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഏത്, ലേബർ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ റോബർട്ട് ഓവന്റെ 3 എക്സ്പെരിമെന്റ് ആയിരുന്നു ഏതെല്ലാം, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസ്, ലേബർ കോളനീസ്, ലേബർ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസ് വെച്ചാൽ എന്താ, അതായത് ഒരാളുടെ ക്യാരക്ടർ നിർണ്ണയിക്കുന്നത് എന്താണ്, അദ്ദേഹം ജീവിക്കുന്ന സിറ്റുവേഷൻ ആണ്. ആ തിയറി ആയിരുന്നു ഏത്, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. ദെൻ ലേബർ കോളനീസ് പറയുന്നത് എന്താണ്, വർക്കേഴ്സ് അവർ തന്നെ ഓൺ ചെയ്ത് അവർ തന്നെ മാനേജ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കോളനീസ് ആണ് എന്ത്, ലേബർ കോളനീസ് എന്ന് പറയുന്നത്. ദെൻ ലേബർ എക്സ്ചേഞ്ച് വെച്ചാൽ പ്രൊഡക്ട്സ് എവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു, ലേബർ എക്സ്ചേഞ്ചിൽ പ്രൊഡക്ട്സ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിന് പകരം നമുക്ക് എന്ത് കിട്ടുന്നു, ലേബർ നോട്ട്സ് കിട്ടുന്നു. ഈ ലേബർ നോട്ട്സ് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസ് നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഈ 3 കോൺസെപ്റ്റും കൊണ്ടുവന്നത് ആരാണ്, റോബർട്ട് ഓവൻ ആണ്. ദെൻ റോബർട്ട് ഓവൻ ആണ് എന്ത് ചെയ്യുന്നത്, വില്ലേജ് കോപ്പറേറ്റീവ്സ്, ട്രേഡിംഗ് അസോസിയേഷൻസ് എല്ലാം ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, വർക്കേഴ്സിന് വേണ്ടിയിട്ട് വില്ലേജ് കോപ്പറേറ്റീവ്സ്, ട്രേഡിംഗ് അസോസിയേഷൻസ്, ഇതൊക്കെ ആര് ഫോം ചെയ്യുന്നുണ്ട്, ഈ റോബർട്ട് ഓവൻ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എന്തായിട്ട് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് കോപ്പറേഷൻ. ലോകത്ത് ആദ്യമായിട്ട് കോപ്പറേഷൻ എന്ന ഐഡിയ കൊണ്ടുവന്നത് ആരാണ്, റോബർട്ട് ഓവൻ ആണ്. ഐഡിയ കൊണ്ടുവന്നത് മാത്രമല്ല, അദ്ദേഹം അതെല്ലാം എവിടെ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മില്ലിൽ, ന്യൂ ലാൻഡ് മാർക്ക് എന്ന് പറയുന്ന മില്ലിലാണ് അദ്ദേഹം വർക്ക് ചെയ്തുണ്ടായത്. പിന്നീട് അദ്ദേഹം അതിന്റെ ഓണറായിട്ട് മാറുന്നുണ്ട്. പിന്നീട് ഓണറായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം അതൊക്കെ അദ്ദേഹത്തിന്റെ മില്ലിൽ എക്സ്പെരിമെന്റ് ചെയ്ത് പരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തും കൂടി പറയുന്നുണ്ട്, ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ് എന്നും കൂടി ആരെ വിളിക്കുന്നുണ്ട്, ഈ റോബർട്ട് ഓവനെ വിളിക്കുന്നുണ്ട്, ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ്. ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റുകളൊക്കെ നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് പറയുന്നത്, ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ് എന്നും കൂടി പറയുന്നത്. ദെൻ 1771 മെയ് 14 ന്യൂട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് റോബർട്ട് ഓവൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ദി എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് കോപ്പറേഷൻ എന്ന ടേം അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് കോപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ 3 എക്സ്പെരിമെന്റ് ആയിരുന്നു ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്, ലേബർ കോളനീസ്, ലേബർ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ വില്ലേജ് കോപ്പറേറ്റീവ്സ്, ട്രേഡിംഗ് അസോസിയേഷൻസ്, ഇതൊക്കെ ആര് ഫോം ചെയ്യുന്നുണ്ട്, റോബർട്ട് ഓവൻ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും കൂടി പറയുന്നുണ്ട്, ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ് എന്നും കൂടി അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. 1858
നവംബർ 17-നാണ് റോബർട്ട് ഓവൻ മരിക്കുന്നത്. ഓക്കെ, 1771 മെയ് 14-ന് ന്യൂട്ടണിലാണ് ജനിച്ചത്. 1858 നവംബർ 17-ന് റോബർട്ട് ഓവൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. സോ ഫാദർ ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ലോകത്ത് ആദ്യമായിട്ട് കോപ്പറേഷൻ എന്ന ടേം യൂസ് ചെയ്ത വ്യക്തിയാണ് ആര്? റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. ഒരുപാട് എക്സ്പെരിമെന്റ്സ് കോപ്പറേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ആര് നടത്തുന്നുണ്ട്? റോബർട്ട് ഓവൻ നടത്തുന്നുണ്ട്. ഇതിന്റെയൊക്കെ ബേസിസ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു? പൈസയല്ല പ്രധാനപ്പെട്ട കാര്യം, മറിച്ച് എന്താണ്? അയാളുടെ ക്യാരക്ടറാണ്, ഒരു മനുഷ്യന്റെ ക്യാരക്ടറാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിച്ച ആളായിരുന്നു ആര്? റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ്. ഓക്കെ, എന്തായിരുന്നു? നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ്. ഇത് തന്നെ മനസ്സിലാവും. എന്താ അദ്ദേഹം പറയുന്നു? കോമ്പറ്റീഷൻ വേണ്ട, പൈസ വേണ്ട, പ്രോഫിറ്റ് വേണ്ട, മറിച്ച് സർവീസ് ആണ് വേണ്ടത്. മനുഷ്യന് നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ അവർ നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവരുടെ തർക്കങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവൂല എന്ന് വിശ്വസിച്ച ആളായിരുന്നു ആര്? റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. അതായത് വർക്കേഴ്സിന് നല്ല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് ഒരുക്കി കൊടുക്കുക. അവിടെ എന്തിനു സ്ഥാനമില്ല? കോമ്പറ്റീഷൻ, മണി, പ്രോഫിറ്റ്, ഈ 3 കോൺസെപ്റ്റും അവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു ആര്? റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. ഇത്രയാണ് റോബർട്ട് ഓവനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഫാദർ ഓഫ് കോപ്പറേഷൻ ആരാന്ന് ചോദിച്ചാൽ പറയണം റോബർട്ട് ഓവൻ ആണ്. ലോകത്ത് ആദ്യമായിട്ട് കോപ്പറേഷൻ എന്ന ടേം കൊണ്ടുവന്നത് റോബർട്ട് ഓവൻ ആണ്. എന്താ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്, ലേബർ കോളനീസ്, ലേബർ എക്സ്ചേഞ്ചസ് തുടങ്ങിയ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. അതുപോലെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ഓവൻ. അതുപോലെ നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ആളാണ് ആര്? റോബർട്ട് ഓവൻ. ഓക്കെ, നമ്മൾ റോക്ക്ഡെയിൽ പയനീഴ്സിനെ പറ്റി പറഞ്ഞു, റോബർട്ട് ഓവനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു വ്യക്തിയാണ് വില്യം കിങ്. ഡോക്ടർ വില്യം കിങ്. റോബർട്ട് ഓവനെ പോലെ തന്നെ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ബ്രിട്ടനിലത്തെ ആളാണ് ആര്? ഡോക്ടർ വില്യം കിങ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നു, പേര് തന്നെ ഉണ്ടല്ലോ ഡോക്ടർ വില്യം കിങ്. ഇദ്ദേഹം ഒരു ഫിസീഷ്യൻ ആയിരുന്നു. ഓക്കെ, ഈ ഡോക്ടർ വില്യം കിങ്ങിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ he is known as the father of cooperative education. Father of cooperative education. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. എന്താ റോക്ക്ഡെയിൽ പയനീഴ്സ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദേഴ്സ് ആണ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഫാദേഴ്സ് ആണ്. ദെൻ റോബർട്ട് ഓവനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ്? ഹി ഈസ് ദി ഫാദർ ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്ന ഐഡിയയുടെ ഫാദർ ആണ് ആര്? നമ്മളുടെ റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ കോപ്പറേറ്റീവ് ഐഡിയയുടെ മൂവ്മെന്റ്, കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദേഴ്സ് ആണ് ആര്? റോക്ക്ഡെയിൽ പയനീഴ്സ് എന്ന് പറയുന്നത്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിന്റെ ഫാദേഴ്സുമാരാണ് റോക്ക്ഡെയിൽ പീപ്പിൾ ആണ്. പക്ഷേ ഈ വില്യം കിങ് ആരാണ്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ദെൻ ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ്. നമ്മൾ റോബർട്ട് ഓവനെ പറ്റി പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അദ്ദേഹം അറിയപ്പെടുന്ന എന്താണ്? ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നാണ് ആരറിയപ്പെടുന്നത്? റോബർട്ട് ഓവൻ അറിയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ഡോക്ടർ വില്യം കിങ് എന്താണ് അറിയപ്പെടുന്നത്? ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കുന്നത്? ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് കോപ്പറേഷൻ എന്ന് പറയുന്ന ഐഡിയ അതിന് സക്സസ് ഉണ്ടാവണമെങ്കിൽ എങ്ങനെ മാത്രമേ പറ്റൂ? ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫിൽ കൂടി മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ ആളാണ് ആര്? ഡോക്ടർ വില്യം കിങ്. അതായത് ക്രിസ്ത്യൻ വേ അല്ലെങ്കിൽ ആ ക്രിസ്ത്യാനിറ്റി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് സക്സസ് ഉണ്ടാവൂ എന്ന് വിശ്വസിച്ച ആളായിരുന്നു ആര്? ഡോക്ടർ വില്യം കിങ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാല് ലോകത്ത് ആദ്യമായിട്ട് ഒരു കോപ്പറേറ്റീവ് ജേർണൽ പബ്ലിഷ് ചെയ്ത ആളാണ് ആര്? ഡോക്ടർ വില്യം കിങ് എന്ന് പറയുന്നത്. ആ ജേർണലിന്റെ പേരാണ്, ഇത് ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, കോപ്പറേറ്റർ. ദി കോപ്പറേറ്റർ. എന്താണ് പ്രത്യേകത? ഫസ്റ്റ് ജേർണൽ ഓൺ കോപ്പറേഷൻ. ഓക്കെ, ലോകത്ത് ആദ്യമായിട്ട് കോപ്പറേഷൻ എന്ന സബ്ജക്റ്റിൽ ഇറങ്ങിയ ആദ്യത്തെ ജേർണലായിരുന്നു ഏത്? കോപ്പറേറ്റർ എന്ന് പറയുന്നത്. എപ്പോഴാണ്? 1828. ഓക്കെ, 1828 ഡോക്ടർ വില്യം കിങ് പബ്ലിഷ് ചെയ്ത ജേർണലാണ് ഇത് കോപ്പറേറ്റർ എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത? ലോകത്ത് ആദ്യമായിട്ട് കോപ്പറേഷൻ എന്ന സബ്ജക്റ്റിൽ ഇറങ്ങിയ ആദ്യത്തെ ജേർണലായിരുന്നു ഏത്? ദി കോപ്പറേറ്റർ എന്ന് പറയുന്നത്. ദെൻ
നമ്മൾ നേരത്തെ റോബർട്ട് ഓവൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ, എന്താ ദി എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന റോബർട്ട് ഓവന്റെ പുസ്തകത്തിലാണ് കോപ്പറേഷൻ എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് എന്തായിരുന്നില്ല, അതൊരു കോപ്പറേറ്റീവ് മാഗസിൻ ആയിരുന്നില്ല. ദി എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു മാഗസിൻ ആയിരുന്നു. അതിൽ അദ്ദേഹം ആദ്യമായിട്ട് കോപ്പറേഷൻ എന്ന ടേം യൂസ് ചെയ്തു. പക്ഷേ കോപ്പറേഷൻ എന്ന കംപ്ലീറ്റ് ഒരു സബ്ജക്റ്റിനെ പറ്റി ഇറങ്ങിയ ആദ്യത്തെ പുസ്തകമായിരുന്നു ഏത്, ദി കോപ്പറേറ്റർ എന്ന് പറയുന്നത്. ആരാണ് പബ്ലിഷ് ചെയ്തത്? ഡോക്ടർ വില്യം കിങ്. ഏത് വർഷം? 1828. ഓക്കെ, 1828 ഡോക്ടർ വില്യം കിങ് പബ്ലിഷ് ചെയ്ത ദി കോപ്പറേറ്റർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ജേർണൽ ഓൺ കോപ്പറേഷൻ എന്ന് പറയുന്നത്. Then he is known as the father of cooperative training also. Father of cooperative training. ഓക്കെ, ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് ട്രെയിനിങ്, ഇതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയെല്ലാം ആദ്യമായിട്ട് സംസാരിച്ചത് ആരായിരുന്നു? ഡോക്ടർ വില്യം കിങ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ദി കോപ്പറേറ്റർ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇതിനെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻസ് നടത്തിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തറിയപ്പെടുന്നത്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം 1768 ബ്രൈറ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? ഡോക്ടർ വില്യം കിങ് ജനിക്കുന്നത്. അതേ ബ്രൈറ്റണിൽ അദ്ദേഹം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ദി ബ്രൈറ്റൺ ബെനവലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ബെനവലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് 1768 ബ്രൈറ്റണിലാണ് വില്യം കിങ് ജനിച്ചത്. അദ്ദേഹം അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ദി ബ്രൈറ്റൺ ബെനവലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഇത്രയാണ് വില്യം കിങ്ങിനെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. എന്താണ്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നു. ലോകത്ത് ആദ്യമായിട്ട് കോപ്പറേഷൻ എന്ന സബ്ജക്റ്റിൽ ഒരു ജേർണൽ പബ്ലിഷ് ചെയ്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ വില്യം കിങ്. എന്തായിരുന്നു ആ ജേർണലിന്റെ പേര്? ദി കോപ്പറേറ്റർ. എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? 1828 പബ്ലിഷ് ചെയ്തത്. അദ്ദേഹം അറിയപ്പെടുന്നു ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ്. എന്തുകൊണ്ടാണ്? ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫിൽ കൂടി മാത്രമേ കോപ്പറേഷന് സക്സസ് ഉണ്ടാവൂ എന്ന് വിശ്വസിച്ച ആളായിരുന്നു ആര്? ഡോക്ടർ വില്യം കിങ് എന്ന് പറയുന്നത്. അതുപോലെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ വില്യം കിങ്. 1768 ബ്രൈറ്റണിലാണ് അദ്ദേഹം ജനിച്ചത്. ആ ബ്രൈറ്റണിൽ അദ്ദേഹം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഈ ബ്രൈറ്റൺ ബെനവലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ 1865 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, 1768 ജനിച്ചു, 1865 അദ്ദേഹം മരണപ്പെട്ടു. ഇത്രയാണ് ഡോക്ടർ വില്യം കിങ്ങിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തുകൊണ്ടായത് എന്തായിരുന്നു? എവിടെയാണ് കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്തത്? എവിടെയാണ്? ദി ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്താ കോപ്പറേഷൻ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അല്ലെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. അതുകൊണ്ടാണ് എന്താ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആദ്യം എവിടെ ഉണ്ടാവുന്നത്? ബ്രിട്ടനിൽ ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, ആരൊക്കെ? റോക്ക്ഡെയിൽ പയനീഴ്സ്, റോബർട്ട് ഓവൻ, ഡോക്ടർ വില്യം കിങ്, ഇവരുടെയൊക്കെ നാടാണ് എവിടെ? ബ്രിട്ടൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എവിടെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബ്രിട്ടൻ ആണ്. അതായത് ഹോംലാൻഡ് അല്ലെങ്കിൽ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബ്രിട്ടൻ ആണ്. റോക്ക്ഡെയിൽ പയനീഴ്സിന്റെ നാട് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രിട്ടൻ ആണ്. റോബർട്ട് ഓവന്റെ നാട് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രിട്ടൻ ആണ്. വില്യം കിങ്ങിന്റെ നാട് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും എവിടെയാണ്? ബ്രിട്ടൻ ആണ്. ഇവരൊക്കെ ഉണ്ടായിരുന്നത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഡെവലപ്പ് ചെയ്തു വന്നതും ബ്രിട്ടനിലാണ്. ലോകത്ത് ആദ്യമായി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി, അതുപോലെ ഫ്രണ്ട്ലി സൊസൈറ്റി, ഇതൊക്കെ ഉണ്ടായത് എവിടെയായിരുന്നു? ബ്രിട്ടനിലായിരുന്നു. പിന്നീട് ബ്രിട്ടനിൽ നിന്നുമാണ് ഈ കോൺസെപ്റ്റ് എവിടേക്ക് പോകുന്നത്? മറ്റു രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും വരുന്നത്. എത്രയോ കാലത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്? ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ബ്രിട്ടനിൽ ഈ മൂവ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായത്? ഇറ്റ് വാസ് എ പീപ്പിൾസ് മൂവ്മെന്റ് ആയിരുന്നു. ഓക്കെ, അതായത് സ്പോണ്ടേനിയസ് ആയി പെട്ടെന്ന് ആരും ഒരു തീരുമാനമൊന്നും എടുക്കാതെ പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരുടേതായ സൊസൈറ്റീസ് ഫോം ചെയ്തു. അങ്ങനെയാണ് ബ്രിട്ടനിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ എന്തുണ്ടാവുന്നത്? കോപ്പറേഷൻ ഉണ്ടാവുന്നത്. ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, എംപ്ലോയീസും മുതലാളിമാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവര് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തത്. അപ്പോൾ എല്ലായിടത്തും എങ്ങനെയായിരുന്നു? പീപ്പിൾസ് മൂവ്മെന്റ് ആയിരുന്നു. ജനങ്ങൾ തന്നെ അവർക്ക് വേണ്ടിയിട്ട് സൊസൈറ്റി ഫോം ചെയ്യുകയാണ് ഉണ്ടായത്.
പക്ഷേ പിന്നീട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കും ഇന്ത്യയിൽ എന്തായിരുന്നു, ഇന്ത്യയിൽ അതൊരു ഒഫീഷ്യൽ മൂവ്മെന്റ് ആയിരുന്നു. കാരണം ഇവിടെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ആ കോൺസെപ്റ്റ് കമ്പൽസറിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. പക്ഷെ ബാക്കി എല്ലായിടത്തും എങ്ങനെയായിരുന്നത്, വോളണ്ടറി മൂവ്മെന്റ് ആയിരുന്നു. ജനങ്ങൾ തന്നെ നമുക്കൊരു സൊസൈറ്റി വേണം എന്നതൊക്കെ ഫോം ചെയ്തതായിരുന്നു ബാക്കി എല്ലാ രാജ്യത്തും. പിന്നീട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മളത് പറയും. അപ്പോൾ ഓക്കെ, അപ്പോൾ ബ്രിട്ടനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ആദ്യമായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഉണ്ടായത് ബ്രിട്ടനിലാണ്. ഈ പറയുന്ന റോക്ക്ഡെയിൽ പയനീഴ്സും റോബർട്ട് ഓവനും വില്യം കിങ്ങും ഇവരുടെയൊക്കെ നാടാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ലോകത്താദ്യമായി കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തതും ഫ്രണ്ട്ലി സൊസൈറ്റി, ഹൗസിംഗ് സൊസൈറ്റീസ് ഇതൊക്കെ ഫോം ചെയ്തതും കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് എവിടെയായിരുന്നു, ബ്രിട്ടൻ ആയിരുന്നു. സോ ഇതാണ് കോപ്പറേഷനെ പറ്റി ബേസിക് ആയിട്ട് പറയാനുള്ളത്. കോപ്പറേഷന്റെ ഹിസ്റ്ററിയും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ, ബാക്കി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. നന്ദി, നമസ്കാരം.